കഴിച്ച് നമ്മുടെ എക്സാം എടുത്തു. അപ്പൊ നിങ്ങൾക്കറിയാം നമ്മളുടെ പ്രഷർ മർദ്ദം എന്ന് പറഞ്ഞ ചാപ്റ്ററിൻ്റെ അകത്ത് നമുക്ക് വരുന്ന ഒരു ന്യൂമറിക്കലാണ് അല്ലെങ്കിൽ പ്രോബ്ലംസ് ക്വസ്റ്റ്യൻ ആണ്. എന്ത്? പ്രഷർ കണ്ടുപിടിക്കുക, പി കണ്ടുപിടിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചോദിക്കുക എഫ് കണ്ടുപിടിക്കാനായിരിക്കും, ഫോഴ്സ് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ ഏരിയ കണ്ടുപിടിക്കാൻ, ഛേദതല പരപ്പളവ് കണ്ടുപിടിക്കാനായിരിക്കും, എ കണ്ടുപിടിക്കാനൊക്കെ ആയിരിക്കും. സോ ഇവിടെ നമ്മൾ എന്താ ചെയ്യുക? പല സമയത്ത് കുട്ടികൾക്ക് അറിയുന്ന ഒരു ഇക്വേഷൻ ആണ് എന്ത്? പി ഈക്വൽ ടു എഫ് ബൈ എന്ന് പറഞ്ഞ ഇക്വേഷൻ അല്ലെ, എല്ലാവർക്കും അറിയുന്ന ഇക്വേഷൻ ആണ് പി ഈക്വൽ ടു എഫ് ബൈ എ. പക്ഷെ ഇതിനകത്ത് നിന്ന് എങ്ങനെ എഫ് കണ്ടുപിടിക്കും? ഇതിനകത്ത് നിന്ന് എങ്ങനെ എ കണ്ടുപിടിക്കും? അപ്പൊ ആ ഇക്വേഷൻ എങ്ങനെ മാറും എന്നുള്ള കാര്യത്തിൽ ഭയങ്കര കൺഫ്യൂഷൻ ആണ്. അതിന് മിസ് ചെറിയൊരു എളുപ്പപ്പണി പറഞ്ഞുതരാം. ഓക്കെ, നിങ്ങൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ എഴുതേണ്ട ഇക്വേഷൻ അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കേണ്ട ഇക്വേഷൻ ഇതാണ്, എഫ് ബൈ പി എ. നിങ്ങൾ പഠിക്കേണ്ട ഇക്വേഷൻ എന്താണ്? എഫ് ബൈ പി എ എന്ന് പഠിച്ചു വെക്കാം. അതിനെന്തെങ്കിലും ഒരു ഷോർട്ട് കട്ട് ഒക്കെ ഉണ്ടാക്കി നമ്മൾ ഫാ എന്നൊക്കെ പറയാറില്ലേ, അതേപോലെ ഫാൻ്റെ ഇടയിൽ ഒരു പി വന്നു എന്ന് വിചാരിച്ചാൽ മതി കേട്ടോ. സോ എഫ് ബൈ പി എ എന്നുള്ള ഇക്വേഷൻ പഠിച്ചു വെക്കാം. ഈ ഇക്വേഷൻ പഠിച്ചാലുള്ള ഗുണം എന്താ അറിയോ? നോക്ക്, നിങ്ങളോട് എഫ് ചോദിക്കൽ എപ്പോഴാണെന്നറിയോ? പിയും എയും തന്നാലാണ് എഫ് ചോദിക്കുക. നിങ്ങളോട് എപ്പോഴാ പി ചോദിക്കുക? എഫും എയും തന്നാലാണ് പി ചോദിക്കുക. ഓക്കെ, അതായത് ഒരു ഇക്വേഷൻ്റെ അകത്തുനിന്ന് ഒരാളെ കണ്ടുപിടിക്കാൻ ചോദിക്കുന്നുണ്ടെങ്കിൽ ബാക്കി എല്ലാവരും നിങ്ങൾക്ക് ചോദ്യത്തിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും? തന്നിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ചോദ്യത്തിൽ ആരൊക്കെ തന്നിട്ടുണ്ടെന്ന് നോക്കാം. എന്നിട്ട് ഈ ഇക്വേഷൻ ഉണ്ടല്ലോ എഫ് ബൈ പി എ. ഓക്കെ, എഫ് ബൈ പി എ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ ഓർമ്മിച്ചോ, ഫാദറിന്റെ പി എ, സിമ്പിൾ, ഫാദറിന്റെ പി എ. ഓക്കെ, സോ അങ്ങനെ എഫ് ബൈ പി എന്ന് ഓർത്ത് വെക്കുക. നിങ്ങളോട് എഫ് കാണാനാണ് ചോദിച്ചതെന്ന് വിചാരിക്കുക. നിങ്ങൾ എഫിന് അങ്ങ് പൊത്തിപ്പിടിക്കുക. അപ്പൊ എന്താ ഉള്ളത്? പി ഇൻറ്റു എ. അപ്പൊ പി ഇൻറ്റു എ ചെയ്താൽ എന്ത് കിട്ടും? എഫ് കിട്ടും. നിങ്ങളോട് ഇനി ചോദിച്ചത് എ കാണാനാണെന്ന് വിചാരിക്കുക. അപ്പൊ ഏനങ്ങ് പൊത്തിപ്പിടിക്കുക. അപ്പൊ എന്താ നിങ്ങൾ അവിടെ കാണുന്നേ? എഫ് ബൈ പി. അപ്പൊ എ കാണാൻ എന്ത് ചെയ്താൽ മതി? എഫ് ബൈ പി ചെയ്താൽ മതി. ക്ലിയർ ആണോ? ഇനി നിങ്ങളോട് ചോദിക്കുന്നത് പി കാണാനെന്ന് വിചാരിക്കുക. അപ്പൊ പീനെ പൊത്തിപ്പിടിക്കുക. അപ്പൊ എന്താ കാണുന്നേ? എഫ് ബൈ എ. അപ്പൊ പി കാണണമെങ്കിൽ പി പൊത്തിപ്പിടിക്കുക, എ കാണണമെങ്കിൽ എനെ പൊത്തിപ്പിടിക്കുക, എഫ് കാണണമെങ്കിൽ എഫിനെ പൊത്തിപ്പിടിക്കുക. ബാക്കി എന്താണോ ഉള്ളത് അതായിരിക്കും നിങ്ങൾ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഫാദറിന്റെ പി എന്ന് പഠിച്ചു വെക്കുക, എഫ് ബൈ പി എന്ന് പഠിച്ചു വെക്കുക. ആരെയാണോ കാണേണ്ടത് അവരെങ്ങനെ പൊത്തിപ്പിടിക്കുക, എന്നിട്ട് ബാക്കിയുള്ള ഇക്വേഷൻ എന്ത് ചെയ്യുക? എടുക്കുക, ആൻസർ ചെയ്യുക. എങ്ങനെയുണ്ട്? സാധനം സിമ്പിൾ അല്ലേ?